ഓം ശ്രീനാരായണ പരമ ഗുരവേ നമഃ. ഗുരുമാർഗത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഇപ്പോൾ ഗുരു ഓരോരോ ഉദാഹരണങ്ങളിലൂടെ ഈ ശരീരത്തിൻ്റെ പരിമിതിയെ എങ്ങനെ നമ്മൾക്ക് അതിജീവിക്കാം, അതിവർത്തിക്കാം. അതുകൊണ്ടാണ് ഈ ദാരിദ്ര്യം ഒക്കെ മനസ്സിനെ ബാധിക്കുന്ന കാര്യമാണ്. അതൊരു ദോഷമായിട്ടുള്ള, നമുക്ക് അതിനെ നല്ല ഗുണമായിട്ടല്ല. അപ്പോൾ മനസ്സിൻ്റെ ദാരിദ്ര്യത്തെ നമുക്ക് മാറ്റിയെടുക്കണം. അതേപോലെ വരുന്നതാണ് രോഗം. ശരീരത്തിന് അസുഖം വരാം. ഈ ശരീരത്തിന് അസുഖം വരുമ്പോഴും നമ്മൾ വിചാരിക്കുന്നത് തീർച്ചയായിട്ടും എനിക്ക് അസുഖം വന്നു എന്നാണ്. പക്ഷേ ഞാൻ അപ്പോഴും ഈ അസുഖത്തിനും വേദനയ്ക്കും മറ്റെല്ലാത്തിനും സാക്ഷിയാണ്. അപ്പോൾ അങ്ങനെ സാക്ഷിയായിരിക്കുന്ന അതാണ് ശരിക്കുള്ള യഥാർത്ഥത്തിലുള്ള ഞാൻ എന്ന് നമുക്ക് തിരിച്ചറിയാനായിട്ട് പറ്റണം. അപ്പോൾ രോഗവും ഈ ശരീരത്തെ ബാധിക്കുമ്പോൾ നമ്മൾ അതിനെ കൂസാതെ അതിനെയും നമുക്ക് അതിവർത്തിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഗുരുവിൻ്റെ സമയത്ത്, ഗുരുവിൻ്റെ അവസാന കാലത്ത് അസുഖം വന്ന് ഗുരു കരഞ്ഞിട്ടുണ്ട്. അപ്പോൾ ശുദ്ധമായിട്ടുള്ള അദ്വൈതത്തെ പറഞ്ഞു തന്നിട്ടുള്ള, ജീവിച്ചിട്ടുള്ള ഗുരു ഈ ശരീരബോധത്തോടു കൂടി ഇരുന്ന് കരഞ്ഞപ്പോൾ ഒരു സാഹിത്യകാരൻ, അപ്പോൾ അദ്ദേഹം ഗുരുവിൻ്റെ വലിയ ഭക്തനായിരുന്നു. പക്ഷേ ഈ കരച്ചിൽ വന്നതോടുകൂടി കാലുമാറി. അതായത് പരമഗുരു, ബ്രഹ്മജ്ഞാനി ആയിട്ടുള്ള ആളുകളൊന്നും അങ്ങനെ കരയില്ല, അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങളൊന്നും ഉണ്ടാകില്ല, ശരീരബോധം പരിപൂർണമായിട്ടും വിട്ടവരായിരിക്കും എന്നൊക്കെയുള്ള ചില ധാരണകൾ അവർക്ക് ഉണ്ടായിരുന്നതുകൊണ്ട് ഗുരുവിൻ്റെ കരച്ചിൽ കേട്ടപ്പോൾ പിന്നീട് വന്നില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ ആരോ ഗുരുവിനോട് ചോദിച്ചു. അപ്പോൾ ഗുരു പറഞ്ഞത്, ഉണക്കപ്പാള കീറുമ്പോൾ ശബ്ദമുണ്ടാകും എന്നാണ്. അപ്പോൾ ഈ ശരീരവും മനസ്സും ഇന്ദ്രിയങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുമ്പോൾ ആ വേദനയും അതുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ വിചാരങ്ങളും ഉണ്ടാകും. അതിൻ്റെ അർത്ഥം ഈ സ്ഥിതപ്രജ്ഞനായിട്ടുള്ള, ജ്ഞാനിയായിട്ടുള്ള ആൾക്ക് എന്തെങ്കിലും കുറവ് സംഭവിച്ചു എന്നുള്ളതല്ല. അത് ഈ കാലദേശങ്ങളുടെ ഉള്ളിൽ നിൽക്കുമ്പോൾ ഇതുണ്ടാകും. അതിനെ മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ ഇതിനെ അതിവർത്തിക്കുക എന്നുള്ളതാണ്. അപ്പോൾ രോഗം വരുമ്പോൾ ചികിത്സിക്കേണ്ടതാണെങ്കിൽ ചികിത്സിക്കണം. പക്ഷെ മാറാത്ത രോഗങ്ങളുണ്ടാവാം. ആ രോഗം വരുമ്പോഴോ അപ്പോഴും നമുക്ക് ഈ ഒരു ബാലൻസ് നമ്മൾക്ക് വിടാതെ പറ്റുന്ന രീതിയിൽ ഉള്ള ചികിത്സകൾ കൊടുത്തുകൊണ്ടിരിക്കുക. അപ്പോൾ എന്തിൽ നിന്നാണ് ശരിക്കും ഇത് ഉണ്ടാകുന്നത്? ഭയത്തിൽ നിന്നാണ്. അപ്പോൾ രണ്ടെന്ന ഭാവത്തിൽ നിന്നുള്ള ചിന്തകളും ഒക്കെയാണ് ഈ മനുഷ്യനെ എപ്പോഴും ഇവിടെ ഇങ്ങനെ പിടിച്ചു നിർത്തുന്നത്. ഇപ്പോൾ ഈശ്വര അന്വേഷണം പോലും സംഭവിച്ചിട്ടുള്ളത് ഈ ഭയത്തിൽ നിന്നാണ്. ഈ ഭയം നമുക്ക് എങ്ങനെ മാറ്റിയെടുക്കാം? അങ്ങനെ ഉള്ള നിരന്തരമായിട്ടുള്ള അന്വേഷണത്തിൽ നിന്നാണ് അതൊരു തപസ്സായിട്ട് മാറുകയും ഈ മനസ്സിൻ്റെ വിചാരങ്ങളെ ഒക്കെ അത് വിശകലനം ചെയ്ത് മുന്നോട്ട് പോകുമ്പോൾ എടുക്കുന്ന ആ പ്രക്രിയ ശരിക്കും പറഞ്ഞാൽ തപസ്സെന്ന് പറയുന്നത്. അങ്ങനെ ആ തപസ്സിൽ നിന്നാണ് ഈ ജ്ഞാനോദയം ഉണ്ടാകുന്നത്. അപ്പോൾ ആ ഭയം എന്നേക്കുമായിട്ട് അവിടെ ഇല്ലാതാവുകയാണ്. അതുകൊണ്ടാണ് ഗുരു പറയുന്നത്, ഈ ജനനം, മരണം, ദാരിദ്ര്യം, രോഗം, ഭയം ഇതൊന്നും നമ്മെ തീണ്ടുകയില്ല എന്ന് പറയുന്നതിൻ്റെ കാരണം, നമ്മെ എന്ന് പറയുന്നത് ഈ പരമ്പൊരുളിനെ സ്പർശിക്കുന്നില്ല. തീണ്ടുക എന്ന് പറഞ്ഞാൽ സ്പർശിക്കുക എന്നുള്ളതാണ്. ഇതൊക്കെ എന്തുകൊണ്ടാണ്? ഇത് ഈ പരമ്പൊരുളിൻ്റെ ദൃശ്യമായിട്ട് നിൽക്കുകയാണ്. അപ്പോൾ ശരീരബോധത്തോടു കൂടി നമ്മൾ ഈ ജാഗ്രത അവസ്ഥയിൽ കഴിയുമ്പോൾ ആ സന്ദർഭത്തിലും നമ്മൾക്ക് ഈ ഒരു അവബോധം നമുക്ക് സൃഷ്ടിക്കുവാനായിട്ട് സാധിക്കണം. അവയർനെസ് എന്ന് പറയും, അവബോധം. ആ അവബോധത്തോടു കൂടി നമ്മളിവിടെ ഇരിക്കുമ്പോൾ നമുക്ക് അമിതമായിട്ട്
ദുഃഖിക്കേണ്ടി വരുന്നില്ല. അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ എപ്പോഴും ഒന്നിനു പുറകെ ഒന്ന് ആയിട്ട് ദുഃഖങ്ങളും കാര്യങ്ങളും ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കും. അപ്പോൾ തീർച്ചയായിട്ടും നമ്മളുടെ ഈ അറിവ്, അവനവനെക്കുറിച്ചുള്ള അറിവ് നന്നായിട്ട് നിലനിർത്തിയാൽ മാത്രമേ ഇതിൽ നമുക്ക് അതിൻ്റെ അപ്പുറത്തേക്ക് കടന്ന് പോകുവാൻ സാധിക്കൂ എന്ന് പറയുകയാണ്. ഇപ്രകാരം ഉപദേശിക്കപ്പെടുന്ന തിരുവാക്കുകളെയും ഈ തിരുവാക്കുകളുടെ ഉപദേഷ്ടാവായ പരമാത്മാവിനെയും അപ്പോൾ പറയുകയാണ്, ഇപ്രകാരം ഈ രീതിയിൽ അറിവ് പകർന്നു തരുന്ന അല്ലെങ്കിൽ ഉപദേശിക്കുന്ന തിരുവാക്കുകളെയും ഉപദേശിക്കപ്പെടുന്ന തിരുവാക്കുകളെയും ഈ തിരുവാക്കുകളുടെ ഉപദേഷ്ടാവായ പരമാത്മാവിനെയും ഞാൻ ഊണിലും ഉറക്കത്തിലും ഇടപെടാതെ എല്ലായ്പ്പോഴും ചിന്തിക്കുമാറാകണമേ. അപ്പോൾ ഇവിടെ ഊണിലും ഉറക്കത്തിലും എന്ന് പറയുന്നത് നമ്മൾ ഉണർന്നിരിക്കുന്ന അവസ്ഥയിലും അതേപോലെ തന്നെ ഗാഠനിദ്രയിലും ഒക്കെ നമുക്ക് എന്തുണ്ടാകണം? ഇതിനെക്കുറിച്ചുള്ള കൃത്യമായിട്ടുള്ള അവബോധം, അറിവ് നമുക്കുണ്ടാകണമെന്നാണ്. അത് എപ്പോഴാണ് അറിവ് മാറി നിൽക്കുന്നത്? അപ്പോൾ ഇതെല്ലാം നമ്മളെ ബാധിക്കുകയും ചെയ്യും. തീർച്ചയായിട്ടും അതിന് നമുക്ക് സാധിക്കട്ടെ. എവർക്കും നമസ്കാരം.